ഒരു യുവാവും ഭാര്യയും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിവരികയായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന ഒരു വയസ്സനായ ആളിന് കുറച്ച് പണം കൊടുത്തു. അയാൾ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. അത് കേട്ടപ്പോൾ യുവാവ് ഞെട്ടി. അവൻ പറഞ്ഞു, ഇതെന്റെ അച്ഛന്റെ ശബ്ദം പോലെയുണ്ടല്ലോ. ഭാര്യ ചോദിച്ചു, എന്താണ് പറയുന്നത്? ഇത് നിന്റെ അച്ഛനാകാൻ വഴിയില്ല. നിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു പോയതല്ലേ? അവനിവിടെ ഭിക്ഷ ചോദിച്ചിരിക്കില്ല. അവൻ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും. വാ, നമുക്ക് പോകാം. പക്ഷെ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കെന്റെ അച്ഛന്റെ ശബ്ദം നന്നായി അറിയാം. ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അവൻ ആ വയസ്സനായ ആളിന്റെ അടുത്തേക്ക് പോയി. അയാൾ പേടിച്ചു പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പല ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, എന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് പോകരുത്. അവൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഭക്ഷണം എടുക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്, ഞാൻ കുറേ ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരാം, പക്ഷെ ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. അയാൾ പറഞ്ഞു, ചോദിച്ചോളൂ. അവൻ ചോദിച്ചു, ഈ വയസ്സായിട്ടും നിങ്ങൾ എന്തിനാണിവിടെ ഇരുന്നു ഭിക്ഷ ചോദിക്കുന്നത്? നിങ്ങൾക്ക് കുടുംബമൊന്നുമില്ലേ? അയാൾ പറഞ്ഞു, ഞാൻ ഭിക്ഷക്കാരനല്ല, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്. അവൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ കൂടെ നിൽക്കാത്തത്? മകനോ മരുമകളോ ഇല്ലേ? അവർ നിങ്ങളെ നോക്കുന്നില്ലേ? അയാൾ പറഞ്ഞു, എന്റെ മകൻ വിദേശത്താണ്, പണമുണ്ടാക്കാൻ പോയതാണ്. പക്ഷേ എന്റെ മരുമകൾക്ക് എന്നെ നോക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. ഞാൻ വയസ്സായി, എന്റെ മരുന്നും ഭക്ഷണവും വസ്ത്രവുമെല്ലാം നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഭാരമാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് കേട്ടപ്പോൾ അവൻ ഞെട്ടി. അവൻ ചോദിച്ചു, ഇത് നിങ്ങൾ നിങ്ങളുടെ മകനോട് പറഞ്ഞില്ലേ? അയാൾ പറഞ്ഞു, എങ്ങനെ പറയാനാണ്? എന്റെ മരുമകൾ എന്റെ ഫോൺ പോലും എടുത്തു. എനിക്ക് മകന്റെ നമ്പർ ഓർമ്മയില്ലായിരുന്നു, ഫോണിലായിരുന്നു നമ്പർ ഉണ്ടായിരുന്നത്. അതുകൊണ്ടെനിക്ക് അവനോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവൻ വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷേ അവന്റെ അച്ഛൻ എന്തവസ്ഥയിലാണെന്ന് അവനറിയില്ല. ഇതെല്ലാം കേട്ട് ഭാര്യ മിണ്ടാതെ നിൽക്കുകയാണ്. അടുത്ത